ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 1 എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് പാർട്ട് 2 ആണ്. ഓക്കെ, ഇത് നമ്മളെന്താണ് സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് നമ്മൾ ഡോൺ കോയിൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ 1 കാണാം. ഓക്കെ, then നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ TRX കൊടുത്ത് USDT കൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഡോൺ കോയിൻ മേടിച്ച് കഴിയുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആദ്യം നമ്മൾ ഹോട്ട്ബിറ്റിലല്ല ഇത് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത്. ഇത് അവരുടെ ഡ്യൂണക്സ് കോയിൻ എന്ന് പറയുന്ന ആ കോയിൻ ഓൺ ആയിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്. ഓക്കെ, ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൻ്റെ ഇതാണ് ആ ലിങ്ക്. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെല്ലുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഫുൾ നെയിം കൊടുക്കുക, ഒരു യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം കൊടുക്കുമ്പോൾ ഒരു അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരില്ല. ഓക്കെ, ജസ്റ്റ് ഒരു അണ്ടർസ്കോർ ഇട്ടിട്ട് ഇപ്പോൾ അർഷദ് പോപ്സ് എന്ന് കൊടുത്ത് ജസ്റ്റ് ഒരു അണ്ടർസ്കോർ ഇട്ടുകൊണ്ടാണ് പെട്ടെന്ന് റെഡിയായത്. ഓക്കെ, റെഡി ആയെന്നല്ല, പെട്ടെന്ന് അവൈലബിൾ ആണ് എന്ന് കാണിക്കും. യൂസർ നെയിം എപ്പോഴും അണ്ടർസ്കോറൊക്കെ ഉണ്ടാകുന്നതാണ്. നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. നമ്മുടെ കൺട്രി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നമ്മുടെ കൺട്രി എന്താണ്, ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺട്രി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത്. വാട്സപ്പ് നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ ഒരു ഇമെയിൽ ID കൊടുക്കുക. ആ ഇമെയിൽ IDക്ക് ഒരു ഗെറ്റ് ഇമെയിൽ OTP ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഇമെയിൽ IDക്ക് ഒരു OTP വരും. ആ OTP കിടക്കുന്നത് നമ്മുടെ ജിമെയിലിൽ സ്പാം എന്ന ഫോൾഡറിൽ, സ്പാം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ആ ഒരു OTP വരുന്നത്. ഓക്കെ, നമ്മുടെ മെയിനായിട്ട് ചില ഫോൺ യൂസേഴ്സിന് മാത്രമേ അത് വരുന്നതുള്ളൂ. പക്ഷേ എൻ്റെതിലും ഒരുപാട് ഫ്രണ്ട്സുകളിലൊക്കെ വന്നിട്ടുള്ളത് സ്പാം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ചെയ്യുക, ആ സ്പാം എന്ന് പറയുന്ന കാറ്റഗറിയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഒരു ആ പാസ്വേഡ് കൺഫേം ചെയ്യുക. ദെൻ ഇവിടെ അഗ്രി ദ ഡ്യൂണക്സ് കോയിൻസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മുടെ ഈ ഡ്യൂണക്സ് കോയിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ദെൻ ആ ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വരുന്നത് നിങ്ങളുടെ ഇൻ്റർഫേസിലോട്ടാണ് വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഡെയിലി പ്രോഫിറ്റ് എല്ലായിടത്തും 0.000 ആണ് കാണിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 2-3 ഡേയ്സ് ആയി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ അതിലുള്ള ഡെയിലി പ്രോഫിറ്റും റെഫറൽ ഇൻകം കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഇൻ്റർഫേസിനെ കുറിച്ച് പറഞ്ഞു തരാം. മെയിൻ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യേണ്ട എമൗണ്ടൊക്കെ നമുക്ക് ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റ്, അതുപോലെ തന്നെ റെഫറൽ ഇൻകം എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, മെയിനായിട്ട് വാലറ്റിലോട്ട് ട്രാൻസ്ഫർ അടിച്ചിട്ട് മെയിൻ വാലറ്റിൽ നിന്നാണ് നമ്മൾ വിഡ്രോ അടിക്കുക. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ അടിക്കാൻ പറ്റും നമ്മുടെ കോയിൻസ്. ഓക്കെ, ഇത് പിന്നെയുള്ളത് ഡെയിലി പ്രോഫിറ്റ് വാലറ്റാണ്. നമുക്ക് ഡെയിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞു കേട്ടോ, ഡെയിലി പ്രോഫിറ്റ് ഇൻകം എങ്ങനെയാണ് വരുന്നത് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി റെഫറൽ വാലറ്റ്, നമ്മുടെ ഫ്രണ്ട് റെഫറൽ ചെയ്തിട്ട് അതിൻ്റെ വാലറ്റ്, റെഫറൽ വാലറ്റ്. പിന്നെ എയർ ഡ്രോപ്പ് ഇപ്പോൾ ഇല്ല. ഓക്കെ, സ്റ്റേക്കഡ് കോയിൻസ് ഞാൻ എത്ര കോയിൻസാണ് ഇപ്പോൾ സ്റ്റേക്ക് ചെയ്യാൻ 800. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 1000 കോയിൻസ്. ഓക്കെ, പിന്നെ ക്രിപ്റ്റോ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട്ബിറ്റും നമ്മൾ ഇതുമായിട്ട് ജസ്റ്റ് ലിങ്ക് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. എൻ്റെ ഡെയിലി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 13 കോയിൻസാണ്. എൻ്റെ റെഫറൽ ഇൻകം എന്ന് പറയുന്നത് 7.22 ആണ്. ടോട്ടൽ ഇൻകം ഇപ്പോൾ 2-3 ഡേയ്സ് കൊണ്ട് എനിക്ക് കിട്ടിയ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 20 കോയിൻസാണ്. ഓക്കെ, ഇനി പറഞ്ഞു തരാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി പ്രൊഫൈൽ ഡീറ്റെയിൽസിലാണ് നമ്മൾ കുറച്ച് നേരത്തെ നമ്മുടെ പേരും കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ID അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നുള്ളതാണ് ഫണ്ട് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഫണ്ട് മാനേജ്മെൻറ്റ് ഡെപ്പോസിറ്റ്, ഇവിടെയാണ് നമ്മളൊരു അഡ്രസ്സ് എടുക്കേണ്ട സംഭവം. ഓക്കെ, ഇവിടെയുള്ളത് നമ്മൾ വിഡ്രോയും ഡെപ്പോസിറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ്, ഇതിൽ ഡോൺ കോയിൻ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ കണ്ടോ, ഡെപ്പോസിറ്റ് TRX ഓർ ഡോൺ എന്ന് കണ്ടോ. ആ ഡെപ്പോസിറ്റിൽ ട്രോണിൻ്റെയും അതുപോലെ തന്നെ രണ്ടിൻ്റെയും ഇത് സെയിമാണ്, അഡ്രസ്സ് സെയിമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ന്യൂ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ജനറേറ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക, കോപ്പി എന്ന് കൊടുക്കാം. ഓക്കെ, എൻ്റെ അഡ്രസ്സ് ഞാനിത് കോപ്പി ചെയ്തു.
ആ അഡ്രസ്സ് അവിടെ വെക്കിട്ടോ, ഇന്നൊന്നും ചെയ്യല്ലേ, ആ അഡ്രസ്സ് അവിടെ നിന്ന് കിടക്കാം, അവിടെ കോപ്പി ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ പരിചയപ്പെടുത്തി തരാം. വാലറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് മെയിൻ. നമുക്ക് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ക്രിപ്റ്റോ ബാങ്ക് മെയിൻ വാലറ്റ്. ക്രിപ്റ്റോ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കോയിൻസൊക്കെ നേരെ വരുന്നത് ക്രിപ്റ്റോ ബാങ്കിലോട്ടാണ്. നമ്മുടെ റെഫറൽ ലിങ്കും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി സ്റ്റേക്ക് ചെയ്ത ഇൻകം വരുന്നത് മെയിൻ വാലറ്റിലോട്ടാണ്. പിന്നെ ഇൻകം ഹിസ്റ്ററി. ഓക്കെ, ഇൻകം ഹിസ്റ്ററി നമ്മൾ ഡെയിലി പ്രോഫിറ്റ് ആയിട്ട് കാണിക്കും, റെഫറൽ ലിങ്കും ഒക്കെ കാണിക്കും. പിന്നെ ടീം സ്റ്റാറ്റസും നമ്മുടെ റെഫറൽസും കാണിക്കും, നമ്മുടെ ടോട്ടൽ ടീംസ് നമ്മുടെ ലിങ്ക് വഴി കയറിയ ഒരാളെയും കാണിക്കും. നമ്മളൊരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു, അയാൾ വേറൊരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ അവിടെ കാണും, ടോട്ടൽ ടീമിൽ കാണിക്കും. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയോ? ദെൻ ഞാൻ പറഞ്ഞു തരാം ഇതിലെങ്ങനെയാണ് സ്റ്റേക്ക് ചെയ്യണമെന്ന കാര്യം ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാട്സപ്പിലല്ല, നമ്മുടെ ഹോട്ട് ബിറ്റ് എടുക്കുക. നമ്മുടെ ഹോട്ട് ബിറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഡോൺ കോയിൻ നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഡോൺ കോയിൻ മേടിച്ച് വെച്ചത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കണം. നമ്മൾ ഇതിപ്പോൾ റീഫാണ്, ഇവിടെ നിങ്ങളത് ഡോൺ കോയിനാണ്. ഇവിടെ നിങ്ങൾ വിഡ്രോ അടിച്ചതിന് ശേഷം നിങ്ങളിവിടെ പ്ലസ് ബട്ടൺ കണ്ടോ, ക്ലിക്ക് ചെയ്യാം. ഇതേ സെയിം സംഭവമായിട്ട് ഡോൺ കോയിൻ ഉള്ളത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു അഡ്രസ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഈ അഡ്രസ്സിനെ അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു അഡ്രസ്സില്ല, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് എഴുതി വെക്കുക, ഡോണിൻ്റെ അഡ്രസ്സാണ്, ജസ്റ്റ് എഴുതി വെക്കുക, കൺഫേം കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യം കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ അഡ്രസ്സ് എന്ത് ചെയ്യുക, അവിടെ വരും. എത്ര എമൗണ്ടാണ്, ഓൾ എമൗണ്ട്, ഇവിടെ ഫീ എത്ര, അവരൊരു 13 ഡോൺ കോയിൻ അവർ ഫീ ആയിട്ട് എടുക്കുന്നത്, ഇവിടെ കൊടുക്കുക, ഫീനവിടെ കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് വിഡ്രോ, ദെൻ കൊടുക്കുക. വെരിഫിക്കേഷൻ കോഡും 2 കൊടുത്തതിന് ശേഷം ഒരു 2-3-4 മിനിറ്റ്സിന് ശേഷം അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇവിടെയുള്ള ഒരു ക്രിപ്റ്റോ ബാങ്ക് എന്ന് പറയുന്നൊരു ഇതുണ്ടോ, ക്രിപ്റ്റോ ബാങ്ക് ഇവിടെ അങ്ങനെ 000 ഉണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് ചെയ്തു, 1000 രൂപക്ക് ഇപ്പോൾ നമ്മൾ 1000 കോയിൻസ് എന്ത് ചെയ്തു, ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ബാലൻസ് ക്ലിക്ക് ചെയ്യുക, ഒരു 2-3 വട്ടം. ഓക്കെ, നിങ്ങൾ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 വട്ടം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ഡേറ്റ് ബാലൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങളെ 1000 എമൗണ്ട് ഇവിടെ കാണിക്കും. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേക്ക് കോയിൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, സ്റ്റേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ ക്രിപ്റ്റോ ബാങ്കിൽ ഇപ്പോൾ ഒരു കോയിൻസില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എമൗണ്ടും സ്റ്റേക്ക് ചെയ്തു, 800 കോയിൻസ് ഞാൻ സ്റ്റേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ ക്രിപ്റ്റോ ബാങ്കിന് അവിടെ നിങ്ങളിതിപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഇവിടെ 1000 കോയിൻസ് നിങ്ങളെ അവിടെ കാണിക്കും. സ്റ്റേക്ക് കോയിൻസ് മിനിമം 10 നിങ്ങൾക്ക് എത്രയാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്താണ്, ഞാൻ ഫുൾ എമൗണ്ടും എന്ത് ചെയ്യാണ്, സ്റ്റേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ 1000 എന്നിട്ട് ഇനി ഇവിടെ ഉണ്ടാവും സെലക്ട് സ്റ്റേക്ക്. 1 മാസമുണ്ട്, 3 മാസമുണ്ട്, 6 മാസമുണ്ട്, 12 മാസമുണ്ട്. ഞാനിവിടെ ഒരു 12 മാസത്തിന്. ഓക്കെ, അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ടാവും നമ്മൾ 12 മാസത്തിന് സ്റ്റേക്ക് ചെയ്യാം, മീൻസ് ഒരു വർഷത്തിന് സ്റ്റേക്ക് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ ഓരോ മാസം 12% വെച്ച് കിട്ടും. ഞാനൊരു മാത്തമാറ്റിക്കൽ വലിയ എക്സ്പേർട്ടൊന്നും ഞാൻ മാത്സിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ വരുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ കാൽക്കുലേറ്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റർ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, 1000 കോയിൻസാണ്. 1000 കോയിൻസിൻ്റെ 12% എന്ന് പറയുന്നത് സുഖമാണ് 120 കോയിൻസാണ് മാസം കിട്ടല്ലേ. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കൊരു ഞാനിപ്പോൾ ഒരു 158 കോയിൻസ്, 165 കോയിൻസ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 12% എങ്ങനെ കാണാം. ഓക്കെ, ഞാൻ മാത്സ് അല്ലട്ടോ പഠിപ്പിക്കുന്നത്, ജസ്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാത്സ് കാണിച്ചു തരണം. ഓക്കെ, അപ്പോൾ ഞാനൊരു 250 കോയിൻസ് അവിടെ ക്ലിക്ക് ചെയ്തു. 250 കോയിൻസിൻ്റെ 12% എങ്ങനെ കാണാം, 250 × 12. ഇത് ഞാനൊരു 1 വർഷത്തേക്കാട്ടോ സ്റ്റേക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ 6 മാസത്തിനാണെന്നുണ്ടെങ്കിൽ 6%, 9 മാസമാണെങ്കിൽ 10%, അങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻ. ഞാനിവിടെ ഒരു 12% ഡിവൈഡ് ബൈ 100. എനിക്ക് ആ മാസം 30 കോയിൻസ്, എനിക്ക് ആ മാസം 250 കോയിൻസ് ഞാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസം 30 കോയിൻസ് കിട്ടും. ഓക്കെ, 30 കോയിൻസ് ഒരു മാസം, ഫസ്റ്റ് ഒരു മാസം 30 കോയിൻസ് കിട്ടും. അപ്പോൾ 30 ഡിവൈഡ് ബൈ 30. ഓക്കെ, മറ്റേ 30 എന്താ, 30 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു കോയിൻ വെച്ച് കിട്ടും. ഓക്കെ, എനിക്ക് ഒരു മാസം 30 കോയിൻസാണ് കിട്ടുന്നത്. 30 × 12 എനിക്ക് ടോട്ടൽ 360 കോയിൻസ് കിട്ടും ഒരു വർഷം കഴിയുമ്പോൾ.
ഞാൻ എത്ര കൊടുത്തത് 250 കോയിൻസ്, 160 കോയിൻസ് എനിക്ക് എക്സ്ട്രാ ആണ്. 100 അല്ല 110 കോയിൻസോളം എനിക്ക് എക്സ്ട്രാ അവർ സ്റ്റേക്കിംഗ് എമൗണ്ട് എക്സ്ട്രാ അവർ തന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് സ്റ്റേക്കിംഗ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ എന്താണ് സ്റ്റേക്കിംഗ്? ഒരാൾ ഒരു കടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ചധികം നമുക്ക് എന്ത് ചെയ്യും, റിട്ടേൺ ആയിട്ട് തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്റ്റേക്ക്. അപ്പോൾ നല്ലൊരു ഇൻകം പ്ലാനാണ്, ബിസിനസ് ഇൻകം പ്ലാനാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ് പ്ലാനാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു ഓഫറാണ്. അപ്പോൾ ഒരു മാസം 2 മാസം ഒരു മാസം അല്ലെങ്കിൽ ആഫ്റ്റർ 2 മാസത്തിന് ശേഷം നല്ലൊരു ഇപ്പോൾ ഒരു 1.53 ഉള്ളതൊരു 3 RS ഒക്കെ പെർ കോയിൻ ആവുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇനി സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിനെങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ റെഫർ ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ 1000 കോയിൻസ് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഒരാളെ റെഫർ ചെയ്തു. അയാൾ വേറൊരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏണിങ്സ് നമുക്ക് കിട്ടുമോ എന്നൊരു ചോദ്യം ഓക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരാളെ റെഫർ ചെയ്തു, യൂസർ 1നെ റെഫർ ചെയ്തു. ആ യൂസർ 1 വേറൊരാളെ റെഫർ ചെയ്തു, യൂസർ 2. അപ്പോൾ ആ യൂസർ 2 എന്ത് ചെയ്യാണ്, 1000 കോയിൻസ് മേടിച്ച്. 1000 കോയിൻസ് മേടിച്ചപ്പോൾ അയാളുടെ മന്ത്ലി പ്രോഫിറ്റ് 120 കോയിൻസാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡേ കോയിൻസ് എന്ന് പറയുന്നത് 4 കോയിനാണ്. ആ 4 കോയിൻ്റെ 50% നിങ്ങൾക്ക് 2 യൂസേഴ്സിനെ കിട്ടും. ഓക്കെ, 2 കോയിന് ഫസ്റ്റത്തെ എനിക്കും, 2 കോയിന് യൂസർ 1നും കിട്ടും. ഓക്കെ, ഇതാണ് ഇതിനൊരു സിസ്റ്റമാറ്റിക് ലോജിക്. സോ ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ, ഒരു ചെയിന് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്ത് അപ്രോച്ച് ചെയ്ത് സെറ്റിലാക്കുക. അപ്പോൾ ദിസ് ഈസ് ക്രിപ്റ്റോ മജീഷ്യൻ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.